ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് അലങ്കരിക്കാൻ പറ്റുന്ന 5 ചെടികളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ചെടികളാണിവ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മണ്ണിൽ വളർത്തുന്ന ചെടികൾക്ക് താരതമ്യേന പരിചരണം ആവശ്യമാണ്. ഇൻഡോർ ഗാർഡനുകൾ ചെയ്യുമ്പോൾ ഇത് പലപ്പോഴും വെല്ലുവിളിയായി വരുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾ കൊണ്ട് സാധിക്കും. വളരെ കുറച്ച് മാത്രം പരിചരണമാണ് ഇത്തരം ചെടികൾക്ക് നൽകേണ്ടത്. ഒരിത്തിരി വെള്ളമുണ്ടെങ്കിൽ ആഴ്ചകളോളം ഇത്തരം ചെടികൾ ആരോഗ്യത്തോടെ നല്ല രീതിയിൽ വളരും. 1. ഫിലോഡെൻഡ്രോൺ. ഹാർട്ട് ലീഫ് ഫിലോഡെൻഡ്രോൺ വെള്ളത്തിൽ വളരുന്നതിന് തികച്ചും അനുയോജ്യമാണ്. സുതാര്യമായ ഗ്ലാസ് പാത്രത്തിലോ 6 ഇഞ്ച് നീളമുള്ള കുപ്പികളിലോ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്ത് ഇത് വളർത്താവുന്നതാണ്. എന്നാൽ 3-4 ദിവസത്തിലൊരിക്കൽ വെള്ളം മാറ്റാൻ മറക്കരുത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ വേരിന് ചീയൽ തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇത്തരം വെള്ളത്തിൽ ചെടി വളർത്തുമ്പോൾ ചീയൽ, ആൽഗകൾ ഉണ്ടാകുന്നത് തടയാൻ വെള്ളത്തിൽ കുറച്ച് കരി ചേർക്കുക. 2. ലക്കി ബാംബു. ഈ സസ്യം വെള്ളത്തിൽ വളരുന്ന ഏറ്റവും മികച്ച ഇൻഡോർ സസ്യങ്ങളിൽ ഒന്നാണ്. വലിപ്പമനുസരിച്ച് ഉചിതമായ പാത്രങ്ങൾ ഇത്തരം ചെടികൾക്ക് അനുയോജ്യമാണ്. വേരുകൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഉറച്ച സ്ഥാനത്തിനായി അവയ്ക്കു ചുറ്റും കുറച്ച് ചരൽ ചേർക്കുക. നേരിട്ടല്ലാതെ ലഭിക്കുന്ന സൂര്യപ്രകാശം നല്ലതാണ്. 3. പോത്തോസ്. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള സസ്യമാണ് പോത്തോസ്. ഇത് വെള്ളത്തിൽ വ്യക്തമായ ഫിഷ് ബോളിൽ വളർത്താൻ സാധിക്കുന്ന സസ്യമാണ്. കാസ്കേഡിംഗ് പോത്തോസ് ഇലകൾ കൂടുതൽ കാലം നിലനിൽക്കും. അന്തരീക്ഷത്തിൽ ശരിയായ ഓക്സിജന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്ന സസ്യമാണിത്. 6-7 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റുന്നതാണ് നല്ലത്. 4. ഡംബെയിൻ. ചെറിയ അക്വേറിയം, സുതാര്യമായ പാത്രങ്ങൾ എന്നിവ ഈ ചെടിക്ക് വളരുന്നതിന് അനുയോജ്യമാണ്. വേരുകളോട് കൂടിയാണ് ഈ സസ്യം നടേണ്ടത്. വേരില്ലാത്ത ഭാഗമാണ് നടുന്നത് എങ്കിൽ വേര് പിടിക്കുമ്പോൾ മറ്റൊരു പ്രതലത്തിലേക്ക് മാറ്റിവെക്കണം. 5. സ്പൈഡർ പ്ലാന്റ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ പോലും സ്ഥിരമായി വളർത്താം. വളർച്ചയ്ക്ക് ആനുപാതികമായി ഇതിൻ്റെ ഇലകൾ വെട്ടിയൊതുക്കണം. അല്ലെങ്കിൽ വെട്ടിയെടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ പുതിയ പാത്രത്തിലേക്ക് മാറ്റാം. ഓരോ 2-3 ദിവസത്തിലും വെള്ളം മാറ്റുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല അറിവുകളുമായി വീണ്ടും കാണാം.